ഇന്നൊരു ഡെയിലി വ്ലോഗാണ്. ഇന്ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ എണീച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് രണ്ടുപേരും വീട് മൊത്തം വൃത്തിയാക്കി, കിച്ചണും അങ്ങനെയൊക്കെ. ഉമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും നോക്കി. കാരണം ഉമ്മക്ക് ഇന്ന് മോനുവിൻ്റെ കൂടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ തീർത്ത് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഫിസ് എന്ത് ചെയ്ത് കൊലായിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു ഫ്ലവർ കണ്ടത്. നല്ല സ്മെല്ലുണ്ട്, നല്ലൊരു കളർ. ഇതിൻ്റെ ഡെയിലി കളർ മാറുന്നൊരു ചെടിയാണ്. ഞങ്ങൾ എന്ത് ചെയ്ത് അങ്ങനെ നടന്ന് ബാക്കിലേക്ക് പോയപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫിസേന്ന് വിചാരിച്ചു ഉമ്മക്കൊരു സർപ്രൈസ് കൊടുക്കുക, ലഞ്ച് നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ കയ്പ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പണ്ട് ഞാൻ ലക്നൗവിലുള്ള സമയത്ത് കയ്പ്പൻ്റെ ഒരു മോരുകറി പോലത്തെ സംഭവം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ആണെങ്കിൽ മീൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മീൻ ഉമ്മ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച്. മോനും ഫിഷ് കൂട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ചിക്കനും പൊരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതൊക്കെ നമ്മൾ തകൃതിയായി രണ്ടുപേരും കൂടി ആദ്യം എന്ത് ചെയ്തു കയ്പ പൊറിക്കലും ഉപ്പേരിക്കരിയിലും മീൻ മസാല വെച്ച് വെക്കലും ചിക്കൻ മസാല വെച്ച് വെക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് പിന്നെ ഒറ്റയടിക്ക് ഞങ്ങൾ കുക്കിങ്ങും തുടങ്ങി. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. കാരണം എല്ലാ മോരുകറിയും അതൊക്കെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ പൊരിച്ച് വെച്ചു, അങ്ങനത്തെ പരിപാടിയൊക്കെ തീർത്ത് അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് ഉപ്പേരി വേഗം ഞാൻ ഉണ്ടാക്കി. ഉപ്പേരി സിമ്പിളാട്ടോ, അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഞാൻ എന്നിട്ട് കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് വന്നപ്പം ഫുഡ് കഴിക്കാൻ വിശക്കുക, കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാനും മോനും കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് പോകാണ്ടേനും. അങ്ങനെ പുറത്തേക്ക് പോയി അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്.